അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തെളിവ് തന്നാലോ? നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കും, എന്നോട് മാത്രം, വേറെ പുറത്ത് പബ്ലിക്കിനോടല്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പിൻവലിക്കുമോ? ഞാൻ പറഞ്ഞത് നുണയായിരുന്നു എന്നുള്ള കാര്യം പിൻവലിക്കോ? നിങ്ങൾക്ക് തെളിവ് തന്നാൽ പിൻവലിക്കില്ല. നിനക്ക് തെളിവ് തരാൻ കഴിയില്ല. തെളിവ് കിട്ടിയാൽ അള്ളാന്റെ റസൂലും സഹാബത്തും മറ്റുള്ളവരിൽ പിടിച്ചു പറിച്ചൊന്നും കൊള്ളയടിച്ചൊന്നും യുദ്ധത്തിൽ തോൽപ്പിച്ചു തരുന്നൊന്നും ഞാൻ ഇവിടെ അംഗീകരിക്കില്ല. കൊള്ളയടിച്ചു പിടിച്ചു പറിച്ചു എന്നുള്ളതിന് ഇലാ യൗമിൽ ഖിയാമല്ല. ഇപ്പൊ ഈ കോളിന്റെ അവസാനത്തിന് മുമ്പ്, ഈ കോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തെളിവ് തന്നാൽ ഞാൻ ചോദിച്ചത്. കാര്യമില്ല, ഞാനത് വിശ്വസിക്കില്ല. എന്തായിരുന്നു എന്താണ്? ആരാ? ഞാൻ ഇന്നലെ സംഭവത്തിന് പോയതാ, നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ല ലിയാഖത്തെ, ഈ ഒരു 10-15 ദിവസമായല്ലോ ഞാൻ യൂട്യൂബിൽ നിങ്ങളെ മൂന്നാളെയും പോസ്റ്റ്, ആരിഫിന്റെയും ഇന്ത്യയും ആ മേസറേയും പോസ്റ്റ് വെച്ചിട്ട് അബ്ദുള്ള വാസിൽ അവരെ UA ടീമിന്റെ പോസ്റ്റുകൾ ഇങ്ങനെ കാണുന്നു. ഈ 10 ദിവസത്തിലായിരുന്നോ? പറയട്ടെ, എപ്പോഴും കാര്യം മനസ്സിലാവും. നിങ്ങൾ നിങ്ങളെ ലിയാഖത്ത് ചാനലിൽ ചെയ്ത മാതിരി ചെയ്യല്ലേ? ഞാൻ ആദ്യമായിട്ട്, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണല്ലോ. ഈ 10-12 ദിവസത്തെ ഗ്യാപ്പില്ലായിരുന്നോ ഈ ആരിഫ് ഞങ്ങൾ രണ്ടാളെയും വെച്ചിട്ട് ഇത്തരം ഉടായ്പ പരിപാടി നടത്തിയാൽ ഞാനില്ല എന്ന് പറയാൻ? ഇന്നലെ അബ്ദുള്ള വാസ് വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചു, ആരിഫിനെ വിശ്വസിച്ചു പോയി നമ്മളെ തെറ്റാണെന്ന് ആ മേത്തറോട് സമ്മതിച്ചിട്ട്. അതേമാതിരി തന്നെ ലിയാഖത്തിനും അതേമാതിരി പറഞ്ഞോടെ ഈ 10-12 ദിവസത്തിന്റെ ഉള്ളിൽ അബ്ദുള്ളാഹിനെ ലിയാഖത്തിന് പറഞ്ഞോടെ ഞാൻ സംവാദത്തിന് വന്ന് നിങ്ങളൊരു കരാറാക്കിയില്ല, അത് ആരിഫ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ആരിഫിനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞ പോലെ. ഞാൻ പറയട്ടെ. പറയും. ലിയാഖത്ത് UA ടീമുമായിട്ട് ഓൺലൈൻ സംവാദത്തിന് തയ്യാറാണ്, വരും എന്ന് ആരിഫ് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ അവർ ഇന്നലെ കാണിച്ചത്. അവര് പറഞ്ഞല്ലേ? ലിയാഖത്ത് തന്നെ സംഭവിച്ചതായിട്ട് പോസ്റ്റുകളൊക്കെ കണ്ടല്ലോ. ഞാൻ പറയട്ടെ, അവര് പറഞ്ഞതല്ലേ, UA ടീം പറഞ്ഞതല്ലേ ഞാൻ ചോദിച്ചേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്? ഞാനെങ്ങനെ കേൾക്കാനാണ്? ഞാൻ ഈ യൂട്യൂബിൽ പറയട്ടെ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരിഫ് നടത്തിയിട്ടില്ല. അതായത് UA ടീം വെല്ലുവിളി വെച്ചപ്പം UA ടീമിന്റെ വെല്ലുവിളി പരസ്യ സംവാദത്തിനാണെങ്കിൽ പൊതുവേദിയിൽ പബ്ലിക്കായിട്ട് ഓഫ്ലൈൻ ഡിബേറ്റിന് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഞാനാണ് ആദ്യം വീഡിയോ ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഓൺലൈനിലാണെങ്കിൽ ഷിഹാബുദ്ദീൻ മേത്തർ റെഡിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്, പറഞ്ഞോളൂ. അതായത് UA ടീമിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് ഞാനാണ്. ആ പോസ്റ്റിന്റെ എന്തായിരുന്നു വെച്ചാൽ, പരസ്യ സംവാദം പൊതുവേദിയിൽ ഓഫ്ലൈൻ ഡിബേറ്റിനാണെങ്കിൽ അതിനാണ് വെല്ലുവിളിച്ചത്, ആ വെല്ലുവിളി സ്വീകരിച്ചത്. അതിനുശേഷം പരസ്യ സംവാദത്തിന് പബ്ലിക് ആയിട്ടാണെങ്കിൽ ആരിഫും തയ്യാറാണെന്ന് അറിയിച്ചു. ഓൺലൈൻ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഷിഹാബുദ്ദീൻ മേത്തർ ഇൻഫിഡൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവർ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ആരിഫ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ UA ടീമിനോട് ഓൺലൈൻ സംവാദത്തിന് ആരിഫിന്റെ പ്രതിനിധിയായിട്ട് ഷിഹാബുദ്ദീൻ മേത്തർ ചെല്ലുമെന്നോ ലിയാഖത്ത് UA ടീമുമായിട്ട് ഓൺലൈൻ ഡിബേറ്റിന് തയ്യാറാണ് എന്നോ ആരിഫ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരിഫ് പറഞ്ഞു എന്ന് UA ടീം നുണ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അവരോട് പോയിട്ട് ചോദിച്ച് തെളിവ് ചോദിക്കാവുന്നതുമാണ്. ഇനി ഓൺലൈൻ ഡിബേറ്റിന് തയ്യാറായ ഷിഹാബുദ്ദീൻ മേത്തറോട് അവര് കാണിച്ച വൃത്തികേട് എന്താ? ഷിഹാബുദ്ദീൻ മേത്തർ ഓൺലൈൻ ഡിബേറ്റ് ഏറ്റെടുത്തുകൊണ്ട് വീഡിയോ ചെയ്തു പബ്ലിഷ് ചെയ്ത സമയത്ത് ഷിഹാബുദ്ദീൻ മേത്തറെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഒരു ഡേറ്റും ടൈമും ഫിക്സ് ചെയ്യണ്ടേ? ഇതല്ലേ മര്യാദ, മിനിമം മര്യാദ. അവര് പറഞ്ഞ ഫോം വരെ ഫിൽ ചെയ്തു. ആ ഫോമിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ടൈമും ഡേറ്റും ചോദിക്കുന്നു, അതും അവർ ഷിഹാബുദ്ദീൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാതെ 3-4 ദിവസം മുൻപ് ഏകപക്ഷീയമായിട്ട് ഇവരൊരു ഡേറ്റ് തീരുമാനിച്ചിട്ട് ഇതാ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് സംവാദത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെയാണോ നിങ്ങളെ നാട്ടിലെ മര്യാദ? നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ പക്ഷം പിടിക്കണ്ട, ഇതിൽ നിങ്ങൾ പക്ഷോ ഒന്നും പിടിക്കണ്ട. നിങ്ങളൊരു സാമാന്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞ്, ഇങ്ങനെയാണോ? ഞാൻ പറയാം. അത് ഞാൻ ഇന്നലെ ഈ സംവാദത്തിന്റെ ഇന്നലത്തെ വിട് അതിലേക്ക് നമുക്ക് വരാം. അതിനുള്ള മറുപടിയാ പറഞ്ഞു തരുന്നത്. ഷിഹാബുദ്ദീൻ മേത്തർ വളരെ വ്യക്തമായിട്ട് ഷിഹാബുദ്ദീൻ മേത്തറിന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, 2 ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇന്നലത്തെ ഒരു ദിവസം രാത്രി വേറെ ആരോ ആയിട്ട് സംവാദം
നമ്മൾ ബയാസ്ഡ് ആയിട്ട് ഒരു കൂട്ടർ കള്ളത്തരം കാണിക്കുകയും നുണ പറയുകയും ചെയ്യുമ്പോൾ അതിനെ പിന്തുണക്കുക എന്ന ഒരു കള്ളത്തരാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ പറയട്ടെ, വ്യക്തിപരമായി നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ശിഹാബുദ്ദീൻ മേത്തർ ഓൺലൈൻ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റ് തീരുമാനിച്ചു. മീൻസ് പിന്നെ ഒരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തു. 2 ഡേറ്റ് ഓപ്ഷൻസും കൊടുത്തു, 8-ാം തീയതിയും 15-ാം തീയതിയും. ഞാൻ പറയുന്നത് UA ടീം അത് മാന്യതയുണ്ടെങ്കിൽ ശിഹാബുദ്ദീൻ മേത്തറെ വിളിച്ചിട്ട് ഒരു ഡേറ്റിനെ കുറിച്ചൊരു തീരുമാനത്തിലെത്തുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്? ഇതാണ് എന്റെ ചോദ്യം. ഈ 8-ാം തീയതിയും 12-ാം തീയതിയും കൂടാതെ 1-ാം തീയതി ശിഹാബുദ്ദീൻ മേത്തർ വളരെ വ്യക്തമായിട്ട് ശിഹാബുദ്ദീൻ മേത്തറോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് സ്വന്തത്തോട് നോക്കൂ, നിങ്ങൾ എന്തിനാണ് സ്വന്തത്തെ വഞ്ചിക്കുന്നത്? അല്ലല്ല, ശിഹാബുദ്ദീൻ മേത്തർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇന്നലത്തെ കാര്യമേ അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് മാന്യതയുള്ളവർ ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കുന്നു, ആ വെല്ലുവിളി ഒരാൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ പിന്നെ നടക്കേണ്ടത് ഇരുവർക്കും സൗകര്യപ്രദമായ ഒരു ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ? ഇതാണ് ചോദ്യം. വളരെ വ്യക്തമായിട്ട് ഞാൻ മറുപടി പറയാ, കേൾക്ക്. ഇന്നലത്തെ ഈ 1-ാം തീയതിയുള്ള രാത്രിയിലുള്ള ശിഹാബ് മേത്തറിന്റെ മറ്റ് സംവാദം മാറ്റിവെച്ച് നിങ്ങളുടെ കൂടെ പങ്കെടുക്കാം എന്ന് ശിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഇന്നലെ കാണിക്കുന്നത്. ആ ഒന്നുകൂടി കണ്ടു ലിയാഖത്ത്. അതായത് സത്യത്തിന് വിലയില്ലായിരിക്കുകയും നുണ പറയുന്നവരെ നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്തുണക്കുകയും ചെയ്യേണ്ട ഗതികേടാണ് ഇസ്ലാം ഒരു മനുഷ്യന്റെ തലയിൽ കയറ്റി വെക്കുന്നത്. അതാണ് ഒന്നുകൂടെ ആവർത്തിക്കാം, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കാരണം ഞാനത് മനസ്സിലാക്കി. നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ ശിഹാബുദ്ദീൻ മേത്തർ അവരോട് ചോദിച്ചു. ഞാൻ ശിഹാബുദ്ദീൻ മേത്തർ ഇന്നലെ അവരോട് ചോദിച്ചു. ശിഹാബുദ്ദീൻ മേത്തറുമായിട്ട് ഡേറ്റിന്റെ കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, 1-ാം തീയതി ഒരു സപ്ലൈ ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യം ഇവർ ഏകപക്ഷീയമായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടൂ എന്ന് അറിയിക്കുന്നതല്ലാത്ത, ഇവരോട് ഡിസ്കസ് ചെയ്തിട്ടല്ല 1-ാം തീയതി തീരുമാനിക്കുന്നത്. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ഒരു പ്രസന്റേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംവാദമാകുമ്പോൾ പ്രസന്റേഷൻസ് ഉണ്ടാവും, സ്ലൈഡുകൾ ഉണ്ടാവും, വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാവും, ഓഡിയോ കേൾപ്പിക്കേണ്ടി വരും. ഇതിനുള്ള ആക്സസ് ശിഹാബുദ്ദീൻ മേത്തർക്ക് കിട്ടുമോ ഇല്ലേ എന്ന് അവരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ ഇന്നലെയും മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി ശിഹാബുദ്ദീൻ മേത്തർക്ക് കൊടുത്തതിലും മറുപടി പറഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള വഞ്ചനാപരമായ ഇല്ല, ഒരു മറുപടി കൊടുത്തിട്ടില്ല. മനസ്സിലാവാത്തത് വളരെ വ്യക്തമായിട്ട് അവര് കൊടുത്തിട്ടുണ്ടല്ലോ. 1-ാം തീയതി എനിക്ക് 2-ാമതുണ്ടായിരുന്ന ഒരു സംവാദം മാറ്റി നിങ്ങളെ കൂടെ പങ്കെടുക്കാൻ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അവർ കൊടുത്ത മെസ്സേജ് കാണിച്ചു കൊടുത്തു. ഇന്നലെ അയാൾ ലൈവിൽ കയറി ഒരാൾ മനഃപൂർവ്വം നുണ പറയാം, നുണയോളം നടന്നിട്ട് നുണ ആവർത്തിക്കാനും തീരുമാനിച്ച പിന്നെ രക്ഷമില്ല. ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ചപ്പോ ഈ മെസ്സേജ് ഇന്നലെ കാണിച്ചു കൊടുത്തു. അതാണ് ഞാനും കാണുന്നത്. പറയുന്നുണ്ട് 1-ാം തീയതിയുള്ള എന്റെ മറ്റ് സംവാദം മാറ്റിവെച്ച് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ നോക്കാം, തയ്യാറാണ് എന്ന് ശിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞു വന്ന ടെക്സ്റ്റ് മെസ്സേജ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ലൈവില് കയറി വരും ചെയ്തപ്പോ ഒരു മിനിറ്റ് നിങ്ങളെന്തെങ്ങനെ ബഹളം വെക്കുന്നത്? നിങ്ങളെന്നെ പറഞ്ഞിരുന്ന ശരിയാവില്ല. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ സംഭവവും ആ ടെക്സ്റ്റ് മെസ്സേജിന്റെ കാര്യങ്ങളും നടക്കുന്നത് ഇവർ ഏകപക്ഷീയമായി ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണോ അല്ലേ? അതിനവർ സമ്മതിച്ചു. അതിനവർ വ്യക്തമായിട്ട് അവർ കാരണം അവര് പറഞ്ഞ കാരണം ആരിഫ് പറഞ്ഞു. ആരിഫ് വിട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള ലിയാഖത്തിനും അറിയില്ല. കാരണം ആരിഫ് അബ്ബാസിലും UA ടീം അങ്ങനെ ചെയ്യില്ല, ആരിഫ് പറയാതെ. അത് അവര് നല്ല വിശ്വാസം എന്റെ ലിയാഖത്ത് ആരിഫിനെ എനിക്കറിയാം. നിന്നെയൊക്കെ എത്രയോ കാലമായി ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ പറയുന്ന വിഡ്ഢിത്തരങ്ങളും ഇല്ലായ്മകളും ഞാൻ പറഞ്ഞ ഒരു വിഡ്ഢിത്തരം പറയൂ.
ഞാൻ പറഞ്ഞ ഒരു കണക്കിന് വിട്ടിത്തരം പറയാം, നൂറുകണക്കിന് നീ ഒരു ഉദാഹരണം. ഞാൻ നിന്നെ കുറിച്ച് തുടങ്ങിയത് എപ്പോ തന്നെയാന്ന് വെച്ചാല് ബദർ കൊള്ളയടിയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അവിടെ മുതലേ ഞാൻ നിന്നെ പറഞ്ഞു സൂറത്ത് അഞ്ചാമത്തെ വളരെ പ്രകോപനപരമാണ്, മറ്റേതാണ് മറിച്ചാണ്. ഒന്നാണ് അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടും തെറ്റാ. പറഞ്ഞുതരാം രണ്ടും നിങ്ങൾ പറഞ്ഞ തെറ്റാ. ഒന്ന് അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയത് ബദർ എന്ന് പറഞ്ഞു. ബദർ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതും നിനക്ക് ഇനിയും മനസ്സിലാക്കിയില്ല. ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതെനിക്ക് മനസ്സിലായി. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ബദർ കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ്? ബദർ കൊള്ളയാണ്. ബദർ കൊള്ളയടിയുടെ ശ്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ്. കൊള്ളയടിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ കൊള്ള സംഘവുമായി മക്കക്കാരുടെ സംഘം പിന്നെ ഏറ്റുമുട്ടുന്നതാണ്. ഡോറൻസ് കച്ചവടക്കാരായിട്ട് മക്കളെ ബദറിൽ ഏറ്റുമുട്ടിയത് അബൂ സുഫിയാനായിട്ടാണോ? നിങ്ങള് മുഹമ്മദ് നബി അബൂ സുഫിയാനായിട്ടാണോ ചോദിക്കുന്നതിന് മറുപടി കച്ചവട സാധനമായിട്ട് പോകുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാനായിട്ടാണോ ബദർ പടയാളികൾ ഏറ്റുമുട്ടിയത്? ചോദ്യത്തിന് മാത്രം. ചോദ്യത്തിന് മറുപടി പറയാം. പടയാളികളുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കച്ചവട സംഘം എന്തിനാണ് പടയാളി സംഘം ബദറിലേക്ക് വന്നത്? ആര്? അബൂജഹൽ സംഘവും എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അബൂജഹലും സംഘവും റസൂലിനെ നേരിടാൻ. എന്തിനാണ് റസൂലിനെ ബദറിൽ വെച്ച് നേരിടേണ്ട സാഹചര്യം ഉണ്ടായത്? റസൂലും സംഘവും മുഹമ്മദും സംഘവും എന്തിനാണ് അബൂ സുഫിയാന്റെ സംഘത്തെ ലക്ഷ്യമാക്കി പോയത്? അവരുടെ സ്വത്തുകൾ തിരിച്ചു വാങ്ങാൻ. ഏത് സ്വത്ത്? എവിടെ പോയിട്ടാ വാങ്ങണ്ടേ? അവര് പിന്നെ പോകുന്ന യാത്രയിൽ അബൂ സുഫിയാന്റെ അടുത്ത് മുഹമ്മദിന്റെ സ്വത്ത് അബൂ സുഫിയാന്റെ അടുത്ത് മുഹമ്മദിന്റെ മക്കയെ പോയിട്ട് വാങ്ങാൻ. മക്കയെന്ന് അടിച്ചു എല്ലാ ഉപദ്രവങ്ങളും ചെയ്ത് അടിച്ചു ഓടിച്ചതല്ലേ? അപ്പൊ പിന്നെ മക്കയിൽ പോയിട്ട് വാങ്ങാൻ കഴിയോ? ആണല്ലോ. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ല, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പല സ്വത്തുവകകളും പല കുടുംബാംഗങ്ങളെയും മദീനയിലേക്ക് പിന്നീട് ആളുകൾ അയച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എങ്ങനെ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആളുകളുടെ പല സ്വത്തുക്കളും പല ആളുകൾ കുടുംബാംഗങ്ങളും പിന്നീട് ഇവിടുന്ന് ആളെ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരിച്ചിട്ടുണ്ട് മദീനയിലേക്ക്. ഇല്ലേ? ഏത് കാലത്ത്? ഇല്ല അല്ല, ഉണ്ടോ ഇല്ലേ? ഏത് കാലത്ത്? മക്കയിൽ നിന്ന് ബദറിന്റെ മുൻപ് ഒന്ന് പറഞ്ഞുതരുമോ? ഓ, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ എടുത്തു കൊണ്ടുവന്ന് ബദറിന് മുമ്പ് പോയത് എല്ലാവരെയും സ്വത്തുവകകൾ തിരിച്ചു വാങ്ങി എന്നുള്ള ഒരു സ്വത്തുവകകൾ എല്ലാം കൊണ്ടുവന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ എന്താണ് ഇവിടെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അബൂ സുഫിയാന്റെ കയ്യിലുള്ള ഒറ്റ ചോദ്യമുള്ളൂ. അബൂ സുഫിയാനും സംഘവും കച്ചവടം ചെയ്തു വരുമ്പോൾ അവരുടെ കയ്യിലുള്ള സ്വത്തുവകകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിലാണോ മുഹമ്മദ്? കൈക്കലാക്കുക എന്നുള്ളതല്ല, അവരുടെ സ്വത്തുവകകൾ കൈക്കലാക്കുക. അവിടെ നിനക്ക് തെറ്റിയത്. എന്തായിരുന്നു? സ്വത്തുവകകൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടല്ല, സ്വത്താണ് അവർ കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം അവിടുന്ന് അത് പിടിച്ച് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് വാങ്ങാൻ ഫലമായിട്ട് വാങ്ങാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ആ സംഘം പോയി അവിടെ അബൂ സുഫിയാനും ഇതൊരു രക്ഷപ്പെട്ട അവിടുന്ന് വഴിമാറിപ്പോയപ്പോ ഈ തിരിച്ചു വരാൻ നിന്ന റസൂലിനെയും സംഘത്തെയും അവിടെ തന്നെ പിടിച്ചു നിർത്തിയത് അബൂജഹലും ടീമും യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നുള്ളതിൽ അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ശക്തമായ തുടക്കം വേണം എന്നുള്ള ഒരു പിടിച്ചുപറി നടന്നിട്ടില്ല. കച്ചവട സംഘത്തെ കൊള്ള സ്വന്തം സ്വത്തല്ല, നുണയാണത്. നുണയാണ്. സ്വത്തുകൾ അബൂസുഫിയാൻ കൊണ്ടുപോയത് ആ കൂട്ടത്തിലുണ്ട്. അത് എണ്ണി പറയാൻ ഇപ്പൊ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ എന്ത് വർത്താനാ പറയണേ? നിങ്ങൾ എന്ത് മുഹമ്മദ് ആളെ കൂട്ടിയിട്ട് അബൂ സുഫിയാന്റെ സ്വത്തുവകകൾ ഒരു മിനിറ്റ് നിങ്ങൾ എന്തിനെങ്കിലും വേണം വെക്കുന്നത്? അബൂ സുഫിയാന്റെ സ്വത്തുവകകൾ അല്ല,
മക്കക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് 1 ദീനാറോ അല്ലെങ്കിൽ 10 ദീനാറോ എന്തോ പറയുന്നുണ്ട്, അതോ അതിൽ കൂടുതലോ സമ്പത്തുള്ള മുഴുവൻ മക്കക്കാരുടെയും സ്വത്ത് ആ കച്ചവട സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു സ്വത്തായിരുന്നു. ആ സ്വത്ത് ലക്ഷ്യമാക്കിയിട്ടാണ് മുഹമ്മദ് നബിയും സംഘവും പുറപ്പെട്ടത്. കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അവരെ കൊള്ള ചെയ്യുക, സാമ്പത്തികമായി അവരെ ആക്രമിച്ച് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുഹമ്മദും സംഘവും ഒരു സ്വത്തിന്റെയും കണക്കില്ല. നിങ്ങൾ ഈ പറയുന്നതിന് ഒരു തെളിവില്ല. നിങ്ങൾ ഈ പറയുന്നതിന് തെളിവില്ല. അതായത് അബൂ സുഫിയാനും സംഘവും കൊണ്ടുപോയത് മൊത്തം പിടിച്ചു വാങ്ങാനാണെന്നുള്ളത് നിന്റെ വകയാണ്. അത് നിങ്ങൾ പറയില്ല. സ്വത്തുകൾ അവരുടേതായ സ്വത്തുകൾ മാത്രം തിരിച്ചു പിടിക്കാൻ ഖുർആൻ എടുക്കുന്നത് നിനക്കുണ്ടാവുക. അപ്പൊ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയത്? എന്തൊക്കെ ലിസ്റ്റ് അവരുടെ സ്വത്തുകൾ ലിസ്റ്റ് ഉണ്ടാവും. എന്തൊക്കെ അവരുടെ സ്വത്ത്? അതെന്താ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഞാൻ എടുത്ത് വായിക്കണം. ഞാനിപ്പോ ഒരു യാത്രയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ നിന്ന് സംസാരിക്കാം. മക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ, അതായത് കച്ചവടം ചെയ്ത് സമ്പത്തുമായിട്ട് വരുന്ന അബൂ സുഫിയാന്റെ അടുത്തേക്കാണ് മുഹമ്മദ് മക്കയിൽ ഉപേക്ഷിച്ചു പോന്നു എന്ന് പറയപ്പെടുന്ന സ്വത്തിന്റെ അംശം വാങ്ങാൻ വേണ്ടി 300-ലധികം ആൾക്കാരായിട്ട് ബദറിലേക്ക് പോണത് അല്ലേ? അത് കൊള്ളാം. പിന്നെന്താ? അല്ലാതെ ആയിരത്തോളം വരുന്ന അബൂജഹലും ടീമിനോടും പിന്നെ 313 പേര് എങ്ങനെ ലിയാഖത്തെ പിടിക്കാൻ പോവാ? അതൊക്കെ എങ്ങനെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞുതരാം. അതിനൊക്കെ മറുപടി. അതിനു മുമ്പ് ഇസ്ലാമിക സംഘം ആളെങ്കിലും കൊള്ളയടിച്ചിട്ടുണ്ടോ? എവിടെ? ബദറിന് മുൻപ് ഇല്ല. മുഹമ്മദ് നിയോഗിച്ച സംഘം ആരെയും കൊള്ളയടിക്കാന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ കൊള്ളയടിച്ചിട്ടു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ബദറിന് സംഭവമല്ല. നിങ്ങളൊരു മിനിറ്റ്. ബദറിന് മുൻപ് ഇപ്പൊ ബദറുള്ള അബൂ സുഫിയാന്റെ പൈസ പിന്നെ നിങ്ങൾ സ്വന്താക്കാൻ പോയി എന്ന് പറഞ്ഞ സാധനം, അതിനു മുൻപ് മുഹമ്മദ് നിയോഗിച്ച ഏതെങ്കിലും മുസ്ലിം സംഘം ആരെങ്കിലും ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടോ? കൊള്ളയടിക്കൂല. കൊള്ളയടിച്ചിട്ടുണ്ട്. ഇല്ല. കൊള്ളയടിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെടുന്നവരുടെ വഴി കൂടി പോണ ആൾക്കാരെ വഴി കൂടി പോണ ആളോട് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് അവരെ സ്വത്ത് കൈക്കലാക്കണേന് യുദ്ധം എന്ന് പറയുന്ന നാട്ടില് അങ്ങനെ കൊള്ളയടിച്ചില്ല. അത് ഇസ്ലാമിക കൊള്ളയടിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ എന്തൊക്കെ പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് ആരിഫ് അടുത്തൊരു ഒരു മിനിറ്റ്, അങ്ങനെ ഒരു കൊള്ളയടി മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ തെളിയിച്ചാല് നിനക്ക് തെളിയിക്കാൻ കഴിയില്ല. അല്ല, തെളിയിച്ചാൽ നീ എത്ര തെളിയിച്ചിട്ടുണ്ട്? അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ല, അവിടേക്കൊന്നും ഈ ഫോൺ കോളിലാണ് ചോദിച്ചത്. ഈ ഫോൺ കോളിൽ നിങ്ങൾക്ക് തെളിവ് വന്നാല്? ഏത് ഫോൺ കോള്? ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ ഫോൺ കോളിൽ തെളിവ് വന്നാലോ? ഇപ്പൊ എങ്ങനെ? അല്ല, നീ പറഞ്ഞു. എനിക്ക് തെളിവ് തന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇല്ല, എനിക്ക് പിന്നെ ഒരു തെളിവ് നിനക്ക് തരാൻ കഴിയില്ല എന്നുള്ള എന്റെ നിങ്ങളുടെ അന്ധവിശ്വാസം. അത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് അത് നിനക്ക് തോന്നുന്ന, എനിക്ക് എന്റെ വിശ്വാസത്തിലുള്ള ഇത് നിനക്ക് തോന്നുന്നതാണ്. അത് നീ അങ്ങനെ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിന്റെ വിവരക്കേടല്ലേ. അത് ഞാൻ എന്ത് ചെയ്യാനാ? പറയാ. അല്ലല്ല, ഞാനേ പിന്നെ ബ്ലൂടൂത്ത് മാറിയതാ. പറഞ്ഞോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തെളിവ് തന്നാലോ? നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കും. എന്നോട് മാത്രം, വേറെ പുറത്ത് പബ്ലിക്കിനോടല്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പിൻവലിക്കുമോ? ഞാൻ പറഞ്ഞത് നുണയായിരുന്നു എന്നുള്ള കാര്യം പിൻവലിക്കോ? നിങ്ങൾക്ക് തെളിവ് തന്നാൽ പിൻവലിക്കില്ല. നിനക്ക് തെളിവ് തരാൻ കഴിയില്ല. തെളിവ് കിട്ടിയാൽ അള്ളാന്റെ റസൂലും സഹാബത്തും മറ്റുള്ളവരിൽ പിടിച്ചു പറിച്ചെന്നും കൊള്ളയടിച്ചെന്നും യുദ്ധത്തിൽ തോൽപ്പിച്ചു തരുന്നൊന്നും ഞാൻ ഇവിടെ അംഗീകരിക്കില്ല. കൊള്ളയടിച്ചു പിടിച്ചു പറിച്ചു എന്നുള്ളതിന് ഇലാ യൗമിൽ ഖിയാമല്ല. ഇപ്പൊ ഈ കോളിന്റെ അവസാനത്തിന് മുമ്പ്, ഈ കോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തെളിവ് തന്നാൽ ഞാൻ ചോദിച്ചത്. കാര്യമില്ല. ഞാനത് വിശ്വസിക്കില്ല. നീ കന്നത്തോളം, നീ ഇന്ന് ഇസ്ലാമിനെതിരെ വിമർശിച്ചിടത്തോളം പക്കാ ഫാൾട്ടുകളാ. അതിനുള്ളത് നിനക്ക് തരാൻ കഴിയുള്ളൂ. മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരിഫ് ഇസ്ലാമിൽ ബലാത്സംഗം ഉണ്ടെന്ന് പറഞ്ഞ ആരിഫിന്
അത്രത്തോളം മണ്ടത്തര നിങ്ങൾ പറയാ. കാരണം നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലായില്ല. ഖുർആനിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നീട് മറ്റുള്ള താഴോട്ടുള്ള ഗ്രന്ഥങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കണ്ടെത്തലുകൾ കണ്ടെത്താൻ കഴിയും. പക്ഷെ ഖുർആനിൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ വ്യഭിചാരത്തെ നിങ്ങൾ സമീപിച്ചു പോകരുതെന്നാണ് ഖുർആനിൽ പറയുന്നത്. അത്തരം വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യത്തെ എപ്പുറം വന്നിട്ട് ഏതോ ഒരു ഹദീസ് എടുത്തിട്ട് അങ്ങനെ അത് ഹദീസിലുമില്ല, ഹദീസിൽ വളച്ചൊടിച്ച് പറയാണ് ബലാത്സംഗം ഇസ്ലാമിക യോജനയാണ്. ഇതുപോലത്തെ ലിയാഖത്തായാലും ജബ്ബാർ എന്താ പറഞ്ഞത് അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞാല് അള്ള പൊട്ടനാണ്. ജനം TV മാത്രമേ അവിടെ ഉള്ളൂ, മറ്റു ടിവികളൊന്നും ചാനൽ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് അതുപോലുള്ള ചാനലുകളൊന്നും ഇല്ല എന്ന് അതുകൊണ്ട് അള്ള പൊട്ടനാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഇതുപോലെയാണ് നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പേ നിനക്ക് ഞാനൊരു തൗബയിൽ 5-ാമത്തെ ആയത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് നീയാണ് ഇതിന്റെ തൗബന്റെ 5-ാമത്തെ ആയത്തിന്റെ പ്രശ്നം ഈ RV ബാബുവിനും ഇവരെയൊക്കെ തൊള്ളയിലേക്ക് ഇട്ടു കൊടുക്കുന്നതിന്റെ തുടക്കം നീയാണെന്നുള്ള അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് മുഹമ്മദ് നബി കൊള്ളയടിച്ചിട്ടുണ്ടോന്നൊന്ന് പരിശോധിക്കണ്ടേ? നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണോ അല്ലേ? നിങ്ങൾ റെഡിയാണോ അല്ലേ? നീ വിട്ട് തന്നാൽ നീ എന്ത് വിട്ട് തന്നാൽ നിങ്ങൾ റെഡിയാണോ അല്ലേ? അതാ ഞാൻ വായിച്ചുതരാം. വിട്ടുതരല്ല, വായിച്ചുതരാം. വിട്ടുതരല്ല, വായിച്ചുതരാം. എനിക്ക് ഒന്ന് നൂറുൽ യഖീൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുള്ള 140-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിച്ചുതരാം. നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഇസ്ലാമിലെ മുഹമ്മദ് നബിയുടെ ചരിത്ര ഗ്രന്ഥം. ഓക്കെ. അബ്ദുല്ലാഹിബിൻ ജഹഷിന്റെ നേതൃത്വത്തിൽ 8 പേരുടെ ഒരു സംഘത്തെ റസൂൽ ഈ വർഷം റജബ് മാസത്തിൽ നിയോഗിച്ചു. ഇതിനു മുമ്പുള്ള കൊള്ള സംഘങ്ങളും കൊള്ളശ്രമങ്ങളും വേറെ ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ യാത്രക്ക് ശേഷം മാത്രമേ തുറന്നു വായിക്കാവൂ എന്ന നിർദ്ദേശത്തോടെ മുദ്ര വെച്ച ഒരു കത്തും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 2 ദിവസത്തെ യാത്രക്ക് ശേഷം കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ താങ്കൾ നഖ്ല വരെ പോവുക. അവിടെ നിന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് നമുക്ക് വിവരം തരിക. വിവരം പ്രചരിക്കുന്നത് ഭയന്ന് മദീനയിൽ വെച്ച് നബി യാത്രാ ഉദ്ദേശം അവരോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ശത്രുക്കൾ അതറിഞ്ഞ് പതിയിരിക്കുകയും ചെയ്യും. ഈ ചെറു സംഘത്തിന് അവരെ നേരിടാൻ കഴിയില്ലെന്ന് വ്യക്തവുമാണ്. അബ്ദുള്ള യാത്ര തുടർന്നു. യാത്രക്കിടയിൽ സഅദ് ബിൻ അബി വക്കാസും ഉത്ബത്ത് ബിൻ റസ്വാനും മാറി നിന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തെ അന്വേഷിച്ചു പോയി അവർ. ബാക്കിയുള്ളവർ യാത്ര തുടർന്നു മക്കയിലെത്തി. അപ്പോഴാണ് ഒരു ഖുറൈശി വ്യാപാര സംഘം അതുവഴി മക്കയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്നു. അമ്ർ ബിനു ഖൽറമി, ഉസ്മാൻ ബിനു അബ്ദുല്ലാഹിബിൻ മുഗീറ, അദ്ദേഹത്തിന്റെ സഹോദരൻ നൗഫൽ, ഹക്കം ബിനു കൈസർ എന്നിവരെല്ലാം ആ സംഘത്തിൽ പെടും. മുസ്ലിങ്ങൾ അവരുടെ കാര്യത്തിൽ ഏകോപിച്ച് അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുവാനും തീരുമാനിച്ചു. അവരുടെ സ്വത്ത് കേട്ടോ, മുസ്ലിങ്ങളെ സ്വത്തല്ല. റജബ് മാസം അവസാനമാണ് മുസ്ലിങ്ങൾ അവരെ പിടികൂടിയത്. അങ്ങനെ അവർ അമ്ർ ബിനുൽ ഖൽറമിനെ വധിച്ചു. ഉസ്മാനെയും ഹാക്കിമിനെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. നൗഫൽ ഓടി രക്ഷപ്പെട്ടു. ഒട്ടകങ്ങളെ അവർ തളിച്ചു കൊണ്ടുപോയി. അതായിരുന്നു മുസ്ലിങ്ങൾ ഖുറൈശി ശത്രുക്കളോട് പൊരുതി പിടിച്ചെടുത്ത ആദ്യത്തെ ഗനീമത്ത് സ്വത്ത്. പിന്നീട് അവർ മദീനയിലേക്ക് മടങ്ങി. ഇതെന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിലുള്ളത്? എന്തത്? ഇനി അതില് നീ ഇപ്പൊ വായിച്ച വരികളുടെ ഇടയിൽ തന്നെ എന്ത് വരികളുടെ ഇടയില്? എന്താ ഒരു 4-5 പേര് 2-3 ഒട്ടകത്തിന്റെ പുറത്ത് സാധനങ്ങളുമായിട്ട് കച്ചവടത്തിന് പോയ സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ച മുഹമ്മദ് നബി അതിലൊരാളെ കൊന്നു, 2 ആളെ പിടിച്ചുകെട്ടി, ഒരാൾ പേടിച്ചോടി എന്ന് പറഞ്ഞാൽ ആകെ 4-5 പേരുള്ള സംഘം. നൂറിലേക്ക് ആദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിന്റെ മുന്നും ബാക്കും ഒക്കെ നിങ്ങൾ വായിച്ചോളി. നീ ഇപ്പൊ മുന്നും ബാക്കും വായിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് മൊത്തം വായിച്ചു തരാലോ. അതിനെന്താ? നീ ഇപ്പൊ വായിച്ചാൽ തന്നെ ഉണ്ട് യുദ്ധത്തിന്റെ തുടക്കം. നീ എന്താണ് നീ വായിച്ചാൽ തന്നെ ഉണ്ട് അതിനുള്ള മറുപടി. വളരെ വ്യക്തമായിട്ട് നീ എന്നെ വായിച്ചു. പ്രവാചകനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ലേ? എങ്ങനെ? നീ ഇപ്പൊ റസൂൽ എന്തുകൊണ്ട് എഴുത്ത് മറച്ചു പിടിച്ചു? എന്ത് മറച്ചു പിടിച്ചു? അതായത് കൊള്ളയടിക്കാൻ വേണ്ടി മതി. എന്താ കഥ? ഞാനിത് ഈ ഓഡിയോ പുറത്തു വിടുമ്പോ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തിടാം. അതായത് ഈ ബുക്കിന്റെ ഫോട്ടോയും കൂടി ഇടാം. മുഹമ്മദ് മക്കയിലേക്ക് ആളെ പറഞ്ഞയക്കാണ് സുഹൃത്തെ. എന്തിനാ മക്കയിലേക്ക് ആളെ പറഞ്ഞയക്കുന്നത്? ഇനി യുദ്ധത്തിന്റെ മൊത്തങ്ങൾ വായിച്ചോ. കൊള്ള ചെയ്തു. ആദ്യത്തെ ഗനീമത്ത് സ്വത്ത് എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അത് കൊള്ളയാണ്. അത് കൊള്ളയാണോ അല്ലേ? അത് കൊള്ളയാണോ അല്ലേ?
നീ ഇടയിൽ വെച്ച് എന്തിടയില് ഇനി നിങ്ങൾ തുടക്കം വായിച്ചുതരാം. യുദ്ധത്തിന്റെ തുടക്കം എങ്ങനെ വായിച്ചിട്ടും കാര്യമില്ല. ഞാൻ വായിച്ചുതരാം. നിങ്ങൾ വിശ്വസിച്ച് എന്താണ് യുദ്ധമെന്നും യുദ്ധത്തിന് എന്തിനാണ് പോകുന്നതെന്നും നിങ്ങൾക്ക് വായിച്ചുതരാം. യുദ്ധത്തിന്റെ തുടക്കം ചരക്കുകൾ വാങ്ങുവാനും വിൽക്കുവാനും വേണ്ടി ഖുറൈശികൾ ഷാമിലേക്ക് കച്ചവട യാത്ര ചെയ്യുക പതിവായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു മിനിറ്റ് എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് കിട്ടണത് ഞാൻ വായിച്ചിട്ട് ക്ലിയർ പറഞ്ഞുതരാം. ഞാൻ നിന്നെ വിളിക്കും. വാട്സാപ്പിൽ അയച്ചുതരാം. ഞാൻ ഇതിന്റെ മുമ്പ് നിന്നെ വിളിച്ചിട്ടുണ്ട്. നീ ഇതുവരെ ആ വോയിസിന് മറുപടി ഫോട്ടോ എടുത്തു. ഞാനത് ഞാനിത് അയച്ചേര സുഹൃത്തുക്കൾ ഞാൻ ആ ഗ്രന്ഥം എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വായിച്ചിട്ട് ക്ലിയർ ചെയ്ത് തന്നെ വിളിക്കും. നൂറുൽ യഖീനെ ഞാൻ വായിക്കുന്ന പേജ് ഞങ്ങൾക്ക് അയച്ചു തന്നു. നൂറുൽ യഖീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കവർ പേജ് ഞങ്ങൾക്ക് അയച്ചുതരാം. മലയാളത്തിൽ ഇപ്പൊ കിട്ടുന്ന സാധനമാണ് ഇപ്പൊ ഇനി ഞാൻ നേരത്തെ വായിച്ച ഭാഗം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ അയച്ചു തരാം. ഇപ്പൊ അടുത്ത് തന്നെ പ്രവാചകൻ കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടേക്ക് ഓടി ഓടി പോണേ? എല്ലാത്തിനും മറുപടി ഉണ്ട്. നുണ പറയുന്നത് ബാസിലിന്റെ തൊഴിലാണ്, എന്റെ തൊഴിൽ അതല്ല. നുണ പറഞ്ഞ് കച്ചവടം ചെയ്യൽ എന്റെ തൊഴിലല്ല. ഇതാ നിങ്ങൾക്ക് ഞാനിപ്പൊ പറഞ്ഞ എല്ലാ സാധനങ്ങളും, ഞാനിപ്പോ വായിച്ച പുസ്തകത്തിന്റെ പുറംചട്ട, ഞാൻ ആദ്യം വായിച്ച പേജ്, ഇപ്പൊ ഞാൻ പറയുന്ന ഭാഗവും നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടോളി കേട്ടോ. യുദ്ധത്തിന്റെ തുടക്കം ഞാൻ വായിച്ചു തരാന്ന്. ഞാൻ വായിച്ചു തരാം. നിങ്ങളൊന്ന് ക്ഷമിക്കേ. ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ വായിച്ചു തരാന്ന്. അല്ല, ഒരു ചെറിയ പാരഗ്രാഫ് മാത്രം പ്ലീസ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ലേ, ഒരു 2-3 മിനിറ്റ്. ഒരു മിനിറ്റ് മതി. ഒരു മിനിറ്റ്. അതെ 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 അതെ. ഇത് നമ്മൾ യൂട്യൂബിലിടും. ഇത് കേട്ടോളൂ കേട്ടോ. ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി ഖുറൈശികൾ ഷാമിലേക്ക് കച്ചവട യാത്ര ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെ പോകുന്ന യാത്രാ സംഘത്തെ ഈർ എന്ന് വിളിച്ചിരുന്നു. മേൽനോട്ടത്തിനായി സമൂഹത്തിലെ പ്രമുഖരിലും നേതാക്കന്മാരിലും പെട്ട, നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് നോക്കാം തെറ്റുണ്ടെങ്കിൽ. നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, ഇപ്പൊ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചോളൂ. നിങ്ങൾ വായിച്ചോളി, ഞാൻ അത് കേൾപ്പിക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കണല്ലോ. ഓക്കെ. നീ വായിച്ചതിൽ തന്നെ മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. സമൂഹത്തിലും പ്രമുഖരിലും നേതാക്കന്മാരിലും പെട്ട ധാരാളം ആളുകൾ അതിന്റെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്. റസൂലും അനുചരന്മാരും ഹിജറ ചെയ്തെത്തിയ പ്രദേശത്തുകൂടെ കടന്നു വേണമായിരുന്നു അവർക്ക് ഷാമിലെത്താൻ. അങ്ങനെ അവരുടെ വ്യാപാര നിയമത്തിനുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ നബി തീരുമാനിച്ചു. വ്യാപാര വിനിമയത്തിനുമേൽ മക്കാ മുശ്രിക്കുകൾ അവരുടെ സാമ്പത്തിക ശേഷി, മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി ക്ഷയിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കാൻ അതുവഴി സാധിക്കും. മുത്തുനബിന്റെ സ്വത്ത് തിരിച്ചു വാങ്ങലല്ല, മക്കാരുടെ സമ്പത്ത് ക്ഷയിപ്പിക്കാൻ തീരുമാനിച്ചു. അനിവാര്യമായും നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ, അനിവാര്യമായും യുദ്ധം നടക്കാൻ പോകും. ആരും ഉറപ്പിച്ചിക്കണ്? മുഹമ്മദ് നബി ഉറപ്പിച്ചിക്കണ്. അത് വേറെ സ്ഥലത്ത് നമുക്ക് കിട്ടും അതെന്തായിരുന്നു യുദ്ധം എന്ന്. അവർ പരാജയപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യും. യുദ്ധം നടക്കുമെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ വിശ്വാസങ്ങളിൽ വിഡ്ഢിത്തം ആരോപിക്കുകയും ആരാധകനെ വിമർശിക്കുകയും ചെയ്തവർക്കെതിരെ ഖുറൈശികൾ മൗനം പാലിക്കുമായിരുന്നില്ല. മതവിഷയത്തിൽ അവർ അറബികൾക്ക് മാതൃകയായിരിക്കെ വിശേഷിച്ചും. ഇനി സൈനിക വ്യൂഹം കേട്ടോട്ടോ. ഒന്നാമത്തത് സരിയത്ത് എന്നാൽ സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്ദേശമെങ്കിലും ഇവിടെ നബി പങ്കെടുക്കാത്ത യുദ്ധമെന്നാണ് ഉദ്ദേശം. ഷാമിൽ നിന്ന് മടങ്ങുന്ന ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ തടയുവാൻ വേണ്ടി റമദാൻ മാസത്തിൽ 30 മുഹാജിറുകളുടെ കൂടെ പിതൃവ്യൻ ഹംസയെ നിയോഗിച്ചു. വെളുത്ത ഒരു കൊടിയും. എന്നാ വേണ്ട. ഇനി നിങ്ങൾ പറഞ്ഞ ബദർ, ഒന്നാമത്തെ ബദറും രണ്ടാമത്തെ ബദറും പറഞ്ഞുതരാം കേട്ടോ. ഇനി നിങ്ങൾ പറഞ്ഞ ബദറിലേക്ക് പോവാം നമുക്ക്. ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ വായിച്ചോളി. കൊള്ളയാണ് നിങ്ങൾക്ക്. ഞാൻ ഓൾറെഡി തെളിവ് ഒരെണ്ണം വായിച്ചു തന്നു. മുഹമ്മദ് നബി ഒരു കൊള്ള സംഘത്തെ നയിച്ചിരുന്നു എന്ന് ഒരു അർത്ഥം കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 100 തെറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിന്റെ കണ്ട വീഡിയോ കണ്ട മൊത്തത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അത് ഞാൻ വായിച്ചെന്നെ. ബദർ യുദ്ധം ഇതാ കേട്ടോളൂ. ബദർ യുദ്ധം വായിച്ചു തരാന്നേ. ഞാൻ തയ്യാറാണ്. ഞാൻ നുണ പറയണമെന്ന് നിങ്ങൾക്ക് എന്നോട് പ്രൂവ് ചെയ്തോളി. കഥയൊക്കെ നബി അന്വേഷിച്ച് പുറപ്പെട്ടിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മുമ്പ് ഷാമിലേക്ക് പോയതുമായ ആ വമ്പിച്ച സംഘം മടങ്ങി വരാറായി.
സംഘത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയായിരുന്നു റസൂൽ. ഇത് തിരിച്ചുവരവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്റെ അനുചരന്മാർ ഞങ്ങൾക്ക് മനസ്സിലാവോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരൊറ്റ വാക്ക് കേട്ടോളി, ഒരു വാക്ക് കേട്ടോളി കേട്ടോ. നബി തിരിച്ചുവരവ് കേട്ടപ്പോൾ തന്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി നബി ഇങ്ങനെ പറഞ്ഞു, ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക, അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. അതിനെന്താ തെറ്റ്? ഒരു തെറ്റില്ല, എന്താ ഒരു തെറ്റില്ല, ഏയ് ഒരു തെറ്റില്ല. ഖുറൈശികളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ ഇതിലെവിടെ സ്വന്തം സ്വത്ത്? അതിലെ ധനം, അവരുടെ ധനം അല്ല നിങ്ങൾക്ക് തരുമെന്നാണ്. ഇനി എന്നാ കേട്ടോളി, അത് നിങ്ങൾ പറഞ്ഞ നോണ ഇപ്പൊ തന്നെ പൊളിയും. അടുത്ത വരിയിൽ വായിച്ച നിങ്ങളെ നോണ പൊളിയും. ആ ആഹ്വാനം, അതായത് മുഹമ്മദ് നബി പറഞ്ഞു മക്കക്കാരുടെ സ്വത്തുമായിട്ട് വരുന്നുണ്ട്, നമുക്ക് പോകാം. ആ ആഹ്വാനം ചിലർ ചെവിക്കൊണ്ടു, ചിലർക്കത് പ്രയാസമായി തോന്നി. എന്തിന്? നാട്ടുകാരെ സ്വത്ത് കൊള്ളയടിക്കാൻ ചിലവർക്ക് മടി തോന്നീന്ന്. അതന്നെ അതന്നെ അതാണ് എഴുതി വെച്ചിട്ടുള്ളതേ. 313 പേരും അവരെത്ര പേര് ശക്തമായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒന്നും അറിയാതെ ആ പ്രയാസം ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക്. ഒരു പ്രയാസമല്ല, ആ കച്ചവട സംഘത്തിന്റെ നേരെയാണ് മുഹമ്മദ് പറയണത്. കച്ചവട സംഘത്തെ ലാക്കാക്കി പോയിക്കോ, അത് നമുക്ക് സമ്പത്ത് എടുക്കാവുന്നതാണ്. അർത്ഥമല്ല അതിലേക്ക് എടുത്തിട്ടുണ്ടത്, അത് ആ വരികൾക്കനുസരിച്ചുള്ള അർത്ഥം വെക്കേണ്ടത്. നിനക്കനുസരിച്ചുള്ള അർത്ഥമല്ല അതിൽ കൊടുക്കുക. ആ ഫിറ്റിയിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്തൊരു കഷ്ടം. സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത് ഒന്നാമത്തെ സംഘമല്ല, ഇത് ഒന്നാമത്തെ സംഘമല്ല. ഇനി ഇതിനൊക്കെ ശേഷം ഹുദൈബിയ സന്ധിക്ക് ശേഷവും മുഹമ്മദ് നിയോഗിച്ച സംഘം മക്കക്കാരെ കൊള്ള ചെയ്തിട്ടുണ്ട്. ഹുദൈബിയക്ക് ശേഷം തെളിവുണ്ട്, കിതാബിൽ തെളിവുണ്ട്. എന്തിനാണ് എങ്ങനെയാണെന്നുള്ളത് വായിച്ച് നീ ഇപ്പൊ പറഞ്ഞ പോലെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്താ നീ എന്ത് കൊള്ളയടിക്കാൻ പുറപ്പെട്ടോളി എന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാർക്ക് കൊള്ളയടിക്കാൻ മടി തോന്നി. പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നീ കൊടുത്ത അർത്ഥം എന്താണ്? ഞാൻ കൊടുത്ത അർത്ഥം ഇവിടെ എഴുതി വെച്ചതല്ലേ, ഞാൻ വായിച്ചത്. എന്ത് അവരുടെ സ്വത്ത് പിടിച്ചു വാങ്ങുന്നതിൽ നിന്നുള്ള അർത്ഥം നീ കൊടുത്തതല്ലേ? പിന്നെ നിങ്ങൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞിരുന്ന ഇതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞാൽ കേക്കട്ടെ. ഒന്ന് ഞാൻ കേക്കട്ടെ. അതായത് ബദറിലേക്ക് പുറപ്പെട്ടോളൂ, കച്ചവട സംഘം തിരിച്ചു വരുന്ന സന്തോഷ വാർത്ത അറിഞ്ഞ് നബി സ്വന്തം അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊള്ളുക, അതിനെ ലക്ഷ്യം വെച്ച് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. അതിലെ ധനം, അതായത് ഖുറൈശികളുടെ കച്ചവട സംഘത്തിന്റെ കയ്യിലുള്ള ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. ആ ആഹ്വാനം ചിലർ ചെവിക്കൊണ്ടു, ചിലർക്കത് പ്രയാസമായി തോന്നി. അതെ, അതിനെന്താ തെറ്റ്? എന്താണ് അതിലെന്താ തെറ്റ്? എന്താണ്? ഒരു തെറ്റുമില്ല. നാട്ടുകാരെ കൊള്ളയടിക്കാൻ പോയപ്പോ പ്രയാസം തോന്നി. ഇതേപോലെയാണ് ഖുർആനിലെ 4:24 വരുന്നത്. ഇതേപോലെ, അതായത് ഒരു സംഘത്തെ കൊള്ള ചെയ്ത് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്തപ്പം ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ ചില ആളുകൾക്ക് വൈക്ലഭ്യം ഉണ്ടായി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, ഒരു കുഴപ്പമില്ലാന്ന്. ഒന്ന് കാണിച്ചു തരുമോ? 4:24 എടുത്തോളി. ഒന്ന് കാണിച്ചു എടുത്തോളി, 4:24 എടുത്തോളി. 4:24 ഞാൻ നോക്കിയിട്ട് വിളിക്കാം. നിന്നെ ഇപ്പൊ തന്നെ വിളിക്കാം. അല്ല, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. എന്തിനാ നിങ്ങൾ പിന്നെ വിളിക്കുന്നത്? നമുക്ക് ഇത് തന്നെ തീരുമാനമാക്കാലോ. അത് എനിക്കിപ്പോ തന്നെ കിട്ടും. അതപ്പോ എനിക്കും കിട്ടുവേ. ഇതൊന്നും ഇപ്പൊ ഇത്ര പ്രയാസമുള്ള കാര്യമല്ലല്ലോ. മുസ്ലിംസിന്റെ മക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വത്ത് അബൂ സുഫിയാനും കൂട്ടരും വിൽക്കാൻ കൊണ്ടുപോകുന്ന വിൽപ്പനക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി അവരുടെ സ്വത്ത് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോളൂ. ഇത്രയല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ. എങ്ങനെ? അല്ല, അങ്ങനെയല്ല മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതെങ്ങനെ കിട്ടി? അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അതിലുണ്ട്. അതെങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? ചരിത്രമാണല്ലോ. നിങ്ങളെ സ്വത്ത് എന്നല്ലല്ലോ അതിൽ നബി എഴുതിക്കണം. ഓല സ്വത്ത് എന്നാണല്ലോ, ഖുറൈശികളെ സ്വത്ത് എന്നാണല്ലോ നബി പറഞ്ഞത്. ഖുറൈശികളെ സ്വത്ത് എന്നാണ്. അത് നമ്മളെ സ്വത്ത് എന്നല്ലല്ലോ നബി പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? റസൂലും സഹാബത്തൊക്കെ ഏത് വകുപ്പിൽ പെട്ടതായിരുന്നു മക്കയില്? ഖുറൈശികളെ സ്വത്ത് എന്നാ പറഞ്ഞത്. അതായത് കച്ചവട സംഘത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന അവരുടെ സ്വത്ത്. അവരുടെ സ്വത്ത് നിങ്ങൾ എവിടെ പെട്ടവരായിരുന്നില്ലേ? ആരുടെ സ്വത്ത്? ഖുറൈശികളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഇതും കൂടി പെടുന്നില്ലേ? സഹാബത്തിനും കൂടി. അടിപൊളി. കൊള്ള സംഘത്തെ ന്യായീകരിക്കേണ്ട ഗതികേട്, കൊള്ള സംഘത്തെ ന്യായീകരിക്കേണ്ട ഗതികേടാണ് നിങ്ങൾക്ക് വന്നത്. സ്വത്ത് അതിലില്ലേ? ഇല്ല. ഇല്ല. നീ എങ്ങനെ പറയുന്നത്? ഞാൻ പറയൂ, നിങ്ങൾ പറയുന്ന അതിൽ എന്തായിരുന്നു സ്വത്ത് ഉണ്ടായിരുന്നു? നിങ്ങൾ പറയും.
നിങ്ങൾ ഇവരെ പറയും അവിടെ ഏതായിരുന്നു? ആക്രമിച്ച് ഇവരെ സ്വത്തുകളൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടത് നിങ്ങൾ പറയൂ സുഹൃത്തെ, എന്തൊക്കെ സ്വത്തായിരുന്നു ആ കച്ചവട സംഘത്തിൽ, മുഹമ്മദിന്റെ സംഘത്തിന്റെ എന്തൊക്കെ സ്വത്ത് അത് നിങ്ങൾക്ക് എവിടെ തെളിവുള്ളത്? പോകേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞതിന് എവിടെ തെളിവുള്ളത് സുഹൃത്തെ? നിങ്ങൾ തൊള്ളപ്പൊട്ട് പറയല്ലേ? ഹിജറന്റെ തെളിവ് തന്നെ അതല്ലേ? എന്ത്? ഇവരെന്തിനു പിന്നെ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നു? ആര്? പിന്നെ പ്രവാചകനും മക്കയില് കച്ചവടം ക്ലച്ച് പിടിക്കായിട്ട്, കച്ചവടം ക്ലച്ച് പിടിക്കാത്തോണ്ട് പ്രവാചകൻ സംഘവും. ആ 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് എത്ര ആൾക്കാരുണ്ടായിരുന്നു സഹാബികള്? നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഹിജറ കൂട്ടത്തിൽ 13 കൊല്ലം മദീനയിൽ പ്രബോധനം നടത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒച്ചടല്ലേ? നിങ്ങൾക്ക് ഇതൊരു കാര്യം പറയാനല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചേ? 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് മുഹമ്മദിന്റെ സംഘത്തിൽ, മുഹമ്മദിന്റെ ദഅവത്തിൽ എത്ര പേര് ഇസ്ലാം മതം സ്വീകരിച്ചു നിങ്ങൾക്കറിയോ? അത് കണക്കൊക്കെ നോക്കണം. എത്ര ഉണ്ടായിരുന്നു? എന്നാലും ഏകദേശം അത് വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഈ എത്ര ഉണ്ടായിരുന്നു? ഉപയോഗിച്ചത് പ്രബോധനാണെങ്കിൽ ആ പ്രബോധനമാണ് ഈ കച്ചവടം ഉദ്ദേശിച്ചതെങ്കിൽ അത് ആ കച്ചവടം എന്നുള്ള ഉദ്ദേശം ഏതാണോ? കച്ചവടം ക്ലച്ച് പിടിക്കാത്തതാണെന്നുള്ളത് ആണ്. കച്ചവടം മീൻസ് ഈ ദൈവത്ത് പറഞ്ഞ കച്ചവടം. അന്ന് ആ ഖുറൈശികൾ അന്ന് ഇതര പോയ കൂട്ടത്തില് ഉമറുൽ ഖത്താബ്, ഹംസാർ അല്ലാൻ ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ആരായിരുന്നു? ആ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഒരു നല്ല ശാരീരിക ക്ഷമത ഉള്ളവർ എല്ലാ ഇത്രയും ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരായിരുന്നു. ഇത്രയും ശക്തമായ ഒരു രീതിയിൽ അവിടുന്ന് പോന്നെ ക്ലച്ച് പിടിക്കായിട്ടാണ് പറഞ്ഞെങ്കിൽ അതിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ പ്രത്യേകത നിനക്ക് ഉദ്ദേശിച്ചത് പാടില്ല. ഇനി 4/24 അവതരണ പശ്ചാത്തലം എന്താ? 4/24 അത് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പൂർത്തിയാവും. 4/24 കേട്ടോ. നീ ചവിട്ടി പോയല്ലേ? നീ പിന്നെ രവീന്ദ്രനെ പോലെ ആരപ്പ ചവിട്ടി പോയത്? ഇനി ആരും ഒന്നിക്കും പോയിട്ടില്ല. നിങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെയുള്ള പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? എന്താണ് കച്ചവടം ക്ലച്ച് പിടിക്കാത്തതുകൊണ്ടാണ് പോയതെന്ന് വ്യക്തമല്ലേ? ഇത്രയും ശക്തരായ ആൾക്കാർ സഹാബത്തയിലുള്ള സമയത്ത് അവിടുന്ന് പോകുന്നതിൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ള അക്രമം അവിടെ നടക്കുന്നില്ല എന്നുള്ളത്. എത്ര ശക്തര് ആക്രമിക്കാത്തത് ശക്തര് തിരിച്ചു ആക്രമിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ അവിടുന്ന് പോകേണ്ടി വന്നത്? ആരക്രമിക്കാത്തോണ്ട്? ഖുറൈശികള് പിന്നെ പ്രവാചകനും കൂടെ. മുഹമ്മദ് ആരടുത്താണ് ആദ്യം ചോര പൊടിഞ്ഞത്? പറയും. മക്കയിൽ, മദീനത്ത് കോട്ട. മക്കയിൽ ആദ്യം ചോര പൊടിഞ്ഞത് ആരായിരുന്ന? ആരദേഹത്തുനിന്നാ ആദ്യം വധിക്കപ്പെടുന്നല്ല. ആദ്യം അക്രമം പ്രവർത്തിച്ചത് മുഹമ്മദാണോ ഖുറൈശികളാണോ? മുഹമ്മദ് റസൂൽ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഇല്ലേ? ചെയ്യൂല. ഇല്ല അല്ലേ? ഇല്ല. അടിപൊളി. എന്ത് അടിപൊളി? അബൂലഹബ് എങ്ങനെ മരിച്ചേ? അബൂലഹബ് മരിക്കുന്നത് റസൂല് അവിടെ പ്രബോധനം തുടങ്ങുന്ന സമയത്താ? അല്ല, മദീനക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പാ. എങ്ങനെ മരിച്ചു നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞോളി. നീ പറഞ്ഞോ? അല്ല, നിങ്ങൾ പറയേ. അവിടെ അക്രമം പ്രവർത്തിച്ചിട്ടില്ലല്ലോ. റസൂൽ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ അടി, ഒരു മനുഷ്യൻ ഒട്ടകത്തിന്റെ എല്ലുപയോഗിച്ച് തലക്കടിക്കുന്നത് മുഹമ്മദിന്റെ സംഘത്തിൽ നിന്ന് ഖുറൈശികളെ നേർക്കാണ്. ആണ്. ആദ്യം അടിച്ചത് അങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ലാന്ന്. ആദ്യം ചോര പൊടിച്ചത് മുസ്ലിങ്ങൾ മറ്റവരെ തല്ലിയിട്ടാണ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കും മനുഷ്യ. അല്ലാതെ ഈ ബാസിലും പറയണത് വിശ്വസിച്ച് നടന്ന നിങ്ങൾക്ക് 2 തലയുണ്ടാവും. നിങ്ങൾക്ക് 2 ലോകം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ദുനിയാവും ഉണ്ടാവില്ല, ആഖിറവും ഉണ്ടാവില്ല. അതാ സംഭവിക്കും. നിങ്ങൾ ആദ്യം ഞാൻ അയച്ചെന്ന ആ പേജുകളൊക്കെ ഒന്ന് വായിച്ചിട്ടേ മുഹമ്മദ് കൊള്ള ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തീരുമാനാക്കിട്ട് വാ. എന്നിട്ട് നമുക്ക് അടുത്ത എടുക്കാം. നീ കയ്യിൽ പുസ്തകവും പിടിച്ചിരുന്നിട്ടല്ല എന്നോട് പറയേണ്ടത്. ഞാൻ ചോദിക്കുന്നതിനാ മറുപടി പറയേണ്ടത്. പിന്നെ പുസ്തകത്തിലുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. പുസ്തകത്തിലുള്ള നീ അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് വായിക്കുന്നതല്ല എന്നോട് വേണ്ട പറയാം. പിന്നെന്താ പറയണ്ടേ? ചോദ്യങ്ങൾക്കാണ് മറുപടി. നിങ്ങൾ തെളിവ് ചോദിച്ചതുകൊണ്ടാണ് പുസ്തകത്തിൽ നിർത്തി വായിച്ചത്. ഞാൻ തെളിവ് ചോദിച്ചില്ല നിന്നോട്. ഇല്ലല്ലേ? പിന്നെ തെളിവും വെളിവില്ലാതെ വെറുതെ വർത്താനം പറഞ്ഞ സമയം കളയണേ. അങ്ങോട്ട് ആക്രമിച്ച ഒരു ചരിത്രം ഉണ്ടാവില്ല എന്നാണ്. അത് ഉണ്ടാവില്ല. മൊത്തം അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളൂ. ഇല്ല, 2 പ്രതിരോധമുള്ളൂ. 2 അക്രമേ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുള്ളൂ മുഹമ്മദിനെ. ബാക്കിയുള്ള 90ഓളം സംഭവങ്ങൾ മുഹമ്മദ് അങ്ങോട്ട് നടത്തിയ അക്രമമാണ്. ഇസ്ലാമിന്റെ പേരിൽ അങ്ങോട്ട് ഒരു മനുഷ്യനെ ആക്രമിച്ചു. മുഴുവൻ മനുഷ്യരെയും. അത് ഇസ്ലാം മതം സ്വീകരിക്കാത്ത മുഴുവൻ മനുഷ്യരോട് അക്രമം പ്രവർത്തിച്ച ആളാണ് മുഹമ്മദ് മക്കയിൽ. അങ്ങനെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം ആവാത്തതിന്റെ പേരിൽ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരോട് അക്രമം പ്രവർത്തിച്ച ആളാണ് മുഹമ്മദ് നബി. അത് നിനക്ക് നീ കണ്ടെത്തി. ഞാൻ കണ്ട ചരിത്രമല്ല, നിങ്ങൾ എഴുതി വെച്ച ചരിത്രം. നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എഴുതി വെച്ച ചരിത്രം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. ചെയ്യൂല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളി, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് സത്യം എന്ന് വെറുതെ വാശി പിടിക്കരുത്.
അത് തന്നെ സത്യം. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചോളിയും, കണ്ണടച്ചു പിടിച്ചോളിയും, ഒരു കിതാബ് എടുക്കരുത്. അബ്ദുള്ള അബ്ബാസിൽ നുണ പറയൂല എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ നിങ്ങള്? അബ്ദുള്ള അബ്ബാസിൽ നുണ പറയൂല എന്ന് ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ പറയൂല. ഇന്നലെ പറഞ്ഞതിൽ അബ്ദുള്ള അബ്ബാസിൽ നുണ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങളുടെ അബ്ദുള്ള അബ്ബാസിൽ മാത്രമല്ല കൂടെ ഇരുന്ന രണ്ടുപേരും അവിടെ വ്യക്തമായി അവരൊന്നും നുണ പറഞ്ഞിട്ടില്ല. ശരി, ഈ വിശ്വാസമുള്ള നിങ്ങൾക്ക് ഇസ്ലാമിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒന്നും പേടിക്കണ്ട. അബ്ദുള്ള അബ്ബാസിൽ അവിടെ കാണിച്ചു. നിങ്ങൾ ഈ ചിന്തയും കൊണ്ടാടി ഇരുന്നാൽ മതി. നിങ്ങൾ ഈമാൻ ഒരു ഇളക്കം തട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നു. ഷിഹാബുദ്ദീൻ മേത്തറൊക്കെ വന്നിട്ട് പിന്നെ അതെ അതെ, അതൊക്കെ നമ്മളെല്ലാരും കണ്ടു. ഞാനിപ്പോ അത് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയും അവരുടെ ഓരോരോ മണ്ടത്തരങ്ങൾ നമ്മൾ തുറന്നു കാണിക്കുന്നുണ്ട്. നിനക്കും വിട്ടുന്നുണ്ട് അബ്ദുള്ള അബ്ബാസിൽ. ശരി, കാണിക്കുന്നുണ്ട് അബ്ദുള്ള അബ്ബാസിൽ. ആയിക്കോട്ടെ. അതെ 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 അതെ, അത് ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കമന്റ് ഒക്കെ ഒന്ന് ഇറക്കി കയറി നോക്കിട്ടോ. അവരുടെ കമന്റ് ബോക്സ് പോലെ ഡിലീറ്റ് ചെയ്യുന്ന ഏർപ്പാട് നമുക്കില്ല. നിങ്ങളൊരു കമന്റ് എഴുതിക്കോളി, നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഉഡായിപ്പിന്റെ ഉഡായിപ്പിന്റെ ഉസ്താദ്മാർ ആരാണെന്ന് നമ്മള് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തെളിവും കൊടുത്തിട്ടുണ്ട്. അബ്ദുള്ള അബ്ബാസിലും ടീമും ഇന്നലെ വളരെ വ്യക്തമായി തന്നെ അവിടെ പിന്നെ അടിപൊളി ടെക്സ്റ്റ് മെസ്സേജുകളും നീ യൂട്യൂബിലൊക്കെ വിടണം കേട്ടോ. അതെ അതെ, എന്റെ വോയിസ് വിടുമല്ലോ. പിന്നെ പൂർണ്ണമായിട്ട് വിടും. മനസ്സിലാണല്ലോ. പിന്നെ പൂർണ്ണമായിട്ട് വിടും. വളരെ വ്യക്തം. നമ്മൾ ഇന്നലെ എന്ന് പറയണത് ഈ ഓഡിയോ നാളെ രാവിലെയാണ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇന്നലെ കേൾക്കുന്നവർ അത് മിനിഞ്ഞാന്ന് മനസ്സിലാക്കണം. നീയും വന്നൊക്കെ തരിയുടെ കളിച്ചതൊക്കെ എല്ലാരും എന്നിട്ട് അതിന്റെ ലൈവും കണ്ടു. അതിനുശേഷം പിന്നെ ലൈവ് അല്ലാതെയും കണ്ടു. അതെ അതെ, ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലായത്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയല്ലേ? നിങ്ങളുടെ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ശരി, മേത്തറിന്റെ മുന്നിലും ലിയാഖത്തിന്റെ മുന്നിലാണ് കാണിക്കുന്നത്. അതെ അതെ, ശരി. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് അബ്ദുള്ള അബ്ബാസിൽ നുണ പറഞ്ഞിട്ടില്ല, നുണ പറയൂല. ഇസ്ലാമില് മുഹമ്മദ് നബി ഒരാളെയും ഇസ്ലാമിന്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല. മുഹമ്മദ് നബി കൊള്ള സംഘത്തെ നിയോഗിച്ചിട്ടില്ല അല്ലെ? സൂറത്ത് തൗബയിൽ അക്രമമില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ വിശ്വാസം. തൗബയിലെ 5-ാമത്തെ ആയത്തിന്റെ എന്താന്ന് പ്രശ്നം മനസ്സിലായില്ല. നിങ്ങൾ ആദ്യം ഇവര് കൊള്ള ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. സൂറത്ത് തൗബക്കൊക്കെ ഞാൻ സംവാദത്തിന് വിളിച്ചിട്ടുണ്ടല്ലോ, ആരും വരുന്നില്ല. എന്താ അത്? ഇതിനൊക്കെ മറുപടിയാണ് നിന്റെ മുമ്പുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. നിനക്ക് മുമ്പ് അബ്ദുള്ള അബ്ബാസിനോട് അല്ല, ഒരു മിനിറ്റ്. സൂറത്ത് തൗബയിലെ യുദ്ധ സന്ദർഭം എങ്ങനെ? സൂറത്ത് തൗബയിലെ യുദ്ധ സന്ദർഭം കാഫിർ എന്നൊന്നും ഞാൻ പറയാറില്ല. സൂറത്ത് തൗബയിൽ ഞാൻ കാഫിർ പറയാറില്ല. ഇല്ല, സൂറത്ത് തൗബയിൽ ഞാൻ കാഫിർ പറയാറില്ല. നുണ പറയണ്ട, നുണ പറയണ്ട, ലാപ്ടോപ്പും തുറന്നു വെച്ചിട്ട് ഡെസ്കിന്റെ മുന്നിൽ നുണ പറയണ്ട, വീഡിയോയിൽ കേട്ടു. നുണ പറയണ്ട, നുണ പറയണ്ട. പദത്തിന് ഉപയോഗിച്ചില്ല, നുണ പറയണ്ട. മുശ്രിക്കുന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. മുശ്രിക്കുന്നാണ് എഴുതിയിട്ടുള്ളത്, മുശ്രിക്കുന്നതിനെ പറയാറുള്ളത്. 5-ാമത്തെ ആയത്ത് തെളിവാണ് ഇതെല്ലാം കാഫറിനെയും കൊല്ലാൻ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ബാബു എടുത്തു പിടിച്ച് പറയുന്നത്. അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല, നിങ്ങൾ നുണയെ പറയുള്ളൂ. പക്ഷെ സത്യസന്ധമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ആർവി ബാബുവിന്. നിങ്ങൾ പോയി കേട്ടാൽ മതി. ആർവി ബാബു പറഞ്ഞതല്ല ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് കാഫിർ എന്നുള്ള പദം ഉപയോഗിച്ചില്ല. അത് മാത്രമല്ല, മുശ്രിക്ക് എന്നുള്ള പദം തൊട്ട് 4-ാമത്തെ ആയത്തിലുണ്ട്, 6-ാമത്തെ ആയത്തിലുണ്ട്. അവിടെ ആ 2 മുശ്രിക്കിനെ എടുക്കാത്ത നടുക്കലത്തെ മുശ്രിക്കിനെ മാത്രം എടുത്തിട്ട് മുശ്രിക്കുകളെ, മക്കാരായ മുശ്രിക്കുകളെ കൊല്ലാൻ തന്നെ നബി കൽപ്പിച്ചത്. കൊല്ലാനാണ് പറഞ്ഞത്. മക്കാരായ അന്നത്തെ മുശ്രിക്കുകളോട് കൊല്ലാനുള്ള കൽപ്പന തന്നെയാണ് ഖുർആൻ വചനം. അതാണ് 4-ാമത്തെ ആയത്തിൽ ഒരു മുശ്രിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാ മുശ്രിക്ക്? എന്താണ് മുശ്രിക്ക്? എന്താണ് ഇന്റെ അടുത്ത് കിട്ടാൻ പണിയൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. 3 വിഭാഗം മുശ്രിക്കിൽ തന്നെ 3 വിഭാഗത്തിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നത്. ആ 3 വിഭാഗത്തിൽ ഒന്നിനെ കൊല്ലാൻ. ഏതാണ് ബാക്കി 2 വിഭാഗം? ഏതൊക്കെ? യുദ്ധ യുദ്ധത്തിൽ ഏതാണ് ബാക്കി 2 വിഭാഗം? നിങ്ങളിപ്പോ എവിടെ എത്തി? മനസ്സിലാക്കാം ആ മുശ്രിക്കിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതെ, ആ മുശ്രിക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. മുഹമ്മദ് നബി ഭയങ്കര ഡീസന്റ് ആയിരുന്നു. ഇവരെ ഓടിച്ച് ഇവരെ നാട്ടിൽ നിന്ന് ഓടിച്ച് ഇവരെ സ്വത്ത് കൈയടക്കി ഒക്കെ ചെയ്തിട്ടുള്ള മുശ്രിക്കുകളാണ് വരുന്നത്. യുദ്ധത്തിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോ എന്നല്ല പറഞ്ഞത്. മൂന്നാമത്തിലാണോ 4-ാമത്തേലാണോ? ഏത്? നീ മുശ്രിക്കിനെ നീ കാഫിറുകളെല്ലാം കൊല്ലാൻ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയും. 4-ാമത്തെ അല്ല, വായിച്ചുതരാം. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ വചനാണോ? ഏത്? ഈ സൂറത്ത് തൗബയിൽ 5-ാം വചനം. തബൂക്കിൽ യുദ്ധം നടന്നിട്ടില്ലല്ലോ. അല്ലല്ല, തബൂക്ക് അല്ലല്ലോ. മക്ക ഖുറൈശി. എന്തൊരു കഷ്ടം. മക്ക ഖുറൈശികളോട് പറയുന്ന കാര്യമാണ് ചോദിച്ചത്. ആ യുദ്ധം നടന്നിട്ടില്ല. ആ സമയങ്ങളിൽ ഞാൻ ചോദിച്ചത് സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ ആക്രമിക്കാൻ വരുന്ന മുശ്രിക്കിനെ കൊല്ലണം എന്ന പ്രഖ്യാപനമാണോ അല്ലേ? സൂറത്തു തൗബയിലെ 5-ാം വചനം. യുദ്ധത്തിന് വരുന്ന അതായത് മുസ്ലിംസിനോട് യുദ്ധത്തിന് വരുന്ന. ഞാൻ ചോദിക്കുന്നത് യുദ്ധ സന്ദർഭത്തിൽ അവരിതാ നിന്റെ മുന്നിൽ വന്നു പെട്ടിരിക്കുന്നു.
അവരെ പിടിച്ച് ഉമ്മ വെക്കണ്ട. യുദ്ധ സന്ദർഭത്തിലാണോ ഈ ഖുർആൻ വചനം അവതരിച്ചത്? അതിൽ നിന്ന് നിങ്ങളെടുത്ത് ഈ യുദ്ധ സന്ദർഭത്തിലാണോ ഈ ഖുർആൻ വചനം അവതരിച്ചത്? ആ മുസ്ലിക്കുകളെ വെറുതെ വിട്ട് നിങ്ങൾ ബഹളം വെക്കണ്ട. യുദ്ധ സന്ദർഭത്തിലാണോ ഖുർആൻ വചനം അവതരിച്ചത്? യുദ്ധ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ സന്ദർഭത്തിലാണോ? ബന്ധമൊക്കെ വേറെ. യുദ്ധ സന്ദർഭത്തിലാണ്, യുദ്ധക്കളത്തിലുള്ള കാര്യമാണ് പറയണേ. യുദ്ധക്കളത്തിലേക്കുള്ള ആയത്തുകളാണ്. ആണോ? അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞ യുദ്ധക്കളത്തിലല്ല, അത് കരാർ ലംഘനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏത്? ഇത് സൂറത്ത് തൗബ. അത് നിങ്ങൾ അറിഞ്ഞില്ല? അത് ഓനക്ക് അബദ്ധം പറ്റിയതാണ്. യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതല്ല. യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയത് 291 പറഞ്ഞത്. അത് അബ്ദുള്ള ബാസിലായിട്ട് സംസാരിക്കും. ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് ഏത് യുദ്ധമായിരുന്നു? ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാണ്? മക്കാരുമായിട്ട് ഏത് യുദ്ധമായിരുന്നു? നിങ്ങൾ പറയും ഏത് യുദ്ധമായിരുന്നു? ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കെതിരെ ഇതുപോലെ, അതായത് പ്രവാചകനെയും കൂട്ടരെ ഇതുപോലെ ആക്രമിച്ചോ അതുപോലെ ആക്രമിക്കുന്ന ഒരു സംഘം നിങ്ങൾക്ക് മുസ്ലിംസിനെതിരെ വരികയാണെങ്കിൽ ഇനി എവിടെ നിങ്ങൾ പറഞ്ഞ വർത്താനം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കല. ഖുർആൻ വചനത്തിൽ കാണിച്ചു തരും. ഈ കാലഘട്ടത്തിൽ ഖുർആൻ വചനത്തിൽ കാണിച്ചു തരും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വെറുതെ തൊള്ളപടായി ആണെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതെങ്ങനെയാണ്? നിങ്ങൾ കുഞ്ഞോട് ഖുർആൻ വചനം എടുക്കാൻ പറയും, എന്നിട്ട് ഞാൻ ഖുർആൻ വചനം എടുത്ത് വായിക്കാൻ ഒരുങ്ങുമ്പോ നിങ്ങൾ പറയും അത് അങ്ങനെ തന്നെയാണ് അറിയും. തെളിവെന്താ? തെളിവൊന്നുമില്ല. ഖുർആൻ വചനം എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തേക്ക് മാത്രമുള്ളതല്ല. ഇന്ന് ഇത് ഒരു ഖുർആൻ വചനം ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാവൂലേ? എങ്ങനെ? കാലഘട്ടത്തിൽ അനുവദനീയാണ്. എല്ലാ കാലഘട്ടത്തിലേക്കുള്ളതാണ്. ഓക്കെ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊണ്ടു കളയുക. ഇതെല്ലാ കാലത്തേക്കുള്ളതാണ് അല്ലെ? എങ്ങനെ? ഏത്? എങ്ങനെ? ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയുക എന്നത് ഏത് ബഹുദൈവ വിശ്വാസികൾ എന്നും കൂടി, ഏത് ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ പറയും? ഏത് തരത്തിലാണെന്നുള്ളത്, ഏത് തരത്തിൽ നിങ്ങൾ പറഞ്ഞു. 4 ഒരു ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്, 6-ാമത്തെ ആയത്തിൽ ഒരു ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 ബഹുദൈവ വിശ്വാസികളല്ലാത്ത ഈ നടുക്ക് പറഞ്ഞ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞ മഹത്തായ ഹജ്ജിന്റെ ദിവസത്തിൽ മനുഷ്യരോട് 4-ാമത്തെ പറഞ്ഞുതരാം. ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും എന്നിട്ട് നിങ്ങളോട് അത് പാലിക്കുകയും ചെയ്യുന്ന യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാണ്. ഏതിൽ നിന്ന്? താഴെ പറയുന്നത്. അപ്പോൾ അവരോടുള്ള കരാർ അവരുടെ കാലാവധി തീരുന്നത് വരെയാണ്. ഓക്കെ. അവരുടെ കാലാവധി തീർന്നാലോ? ആ കരാറിലുള്ള ആൾക്കാര്, കരാർ പാലിച്ചവർ, കരാർ കാലാവധി തീർന്നാൽ അവർക്കുള്ള വിധി എന്താ? തീർന്നാലും കൊല്ലണം എന്നല്ലല്ലോ അതിനുള്ള. ഉണ്ട്. നിങ്ങൾക്ക് മോൾക്ക് മാത്രമേ കണ്ണുപോളൂ, താഴത്തോട്ടില്ലേ? അവരെ പോയിട്ട് ഉടനെ കൊല്ലണം. അങ്ങനെ തന്നെയാണ് ഇതിന്റെയൊക്കെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ തഫ്സീറിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. എന്റെ ശാഠ്യല്ല, മൂല്യന്മാർ എഴുതി വെച്ചതല്ലേ, പണ്ഡിതന്മാർ എഴുതി വെച്ചതല്ലേ. അവധി കഴിഞ്ഞാൽ അവരെ നേരിട്ട് പോയിട്ട് കൊല്ലണം തന്നെയാണ്. അതെ. മക്കക്കാരായ മുശ്രിക്കുകളുടെ മുമ്പിൽ പറഞ്ഞുതരാം. മക്കക്കാരായ മുശ്രിക്കുകളുടെ മുമ്പിൽ, നിങ്ങൾക്ക് ഈ വിഷയം അറിയാത്തോണ്ടല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ കളവിന് കഞ്ഞി വെക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഈ ഖുർആൻ വചനം അവതരിക്കുന്നത് മക്ക പിടിച്ചടക്കിയതിന് ശേഷം പിന്നെയും 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ആ സമയം മുതൽ മുഹമ്മദ് അവിടെ ഒരു തീരുമാനം എടുക്കുന്നു. അതായത് മക്കം ഫത്തുവും കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇനി മുതൽ മുസ്ലിങ്ങളല്ലാത്തവർ താമസിക്കണ്ട എന്ന തീരുമാനം എടുക്കുന്നു. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. അവർ കഅബയെ സമീപിക്കരുത് എന്നവർക്ക് ലോക ചരിത്രത്തിൽ തന്നെ മക്കാ ഫത്ത് എഴുതി വെക്കപ്പെട്ടതാ. സമാധാനപരമായിട്ടല്ല, ചതിപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി. ഇത്ര വലിയ ഒരു നീചമായ ചതി ആ നൂറ്റാണ്ടിലുണ്ടായിട്ടും കാര്യമില്ല. ചതിയായിരുന്നു. മക്കം ഫത്തഹ് ചതിയായിരുന്നു. മക്കം ഫത്തഹ് ചതിയായിരുന്നു. നിങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് ഇരുന്നിട്ടൊന്ന് ആലോചിക്കട്ടോ. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ പോലും എന്തിനാ നുണ പറയണത്? നിങ്ങളോട് ചോദിക്കേ. ഒരുപാട് ചരിത്രങ്ങൾ എഴുതി വെക്കപ്പെട്ട ഏത് ചരിത്രമാണ് നിങ്ങൾ എടുത്തോളൂ. ഞാൻ പറയാം. നിങ്ങൾ പറയുന്ന പുസ്തകം ഞാൻ എടുത്ത് വായിക്കാം. ചരിത്രങ്ങൾ തന്നെ എഴുതി വെക്കപ്പെട്ടു. ഏത് പുസ്തകം എടുക്കണം നിങ്ങൾ പറയാം. സമാധാനമായിട്ട് സമാധാനമായിട്ട് പിടിച്ചടക്ക്. സമാധാനപരമായി പിടിച്ചടക്ക്. എനിക്ക് മനസ്സിലായില്ല. സമാധാനപരമായി പിടിച്ചടക്കുക എന്താ? വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം. സമാധാനപരമായി പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്റെ നിങ്ങളൊന്ന് പറഞ്ഞു തരീ സുഹൃത്തെ.
സമാധാനപരമായി പിടിച്ചടക്കുക എന്ന് പറയുന്നത്. ലിയാഖത്തെ അതാ പറഞ്ഞ ഒരു തുള്ളി ചോര പൊടിയാതെ വളരെ സമാധാനപരമായിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്രമമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അക്രമമല്ല എന്നാണ് അർത്ഥം. ഒരു അക്രമം ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു അക്രമം അവിടെ നടന്നില്ല. പറഞ്ഞുതരാം. എനിക്ക് ടൈമില്ല. ഞാൻ നിന്റെ പോലെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ യൂട്യൂബിൽ ഭക്ഷണം കഴിക്കുന്നല്ല. എനിക്കിങ്ങനെ ജോലിയൊക്കെ ഉണ്ട്. അത് ശരി, ബാക്കിയുള്ളവർക്കൊന്നും ജോലിയില്ല. എന്തായാലും മുഹമ്മദ് നബിന്റെ ആ സുന്നത്തെങ്കിലും നിങ്ങൾ മുറുകെ പിടിക്കാത്തതിൽ നല്ല കാര്യം. ഒന്നുകൂടി മനസ്സിലാക്കിയോ. എന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, റസൂൽ ഇസ്ലാമിൽ കൊള്ള ചെയ്തിട്ടുണ്ട്, കൊല ചെയ്തിട്ടുണ്ട്, ചതി ചെയ്തിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. മതത്തിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങളാവാത്തതിന്റെ പേരിൽ മക്കക്കാരായ മദീനക്കാരായ മുഴുവൻ മനുഷ്യരോടും അക്രമം പ്രവർത്തിച്ച ആളാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അക്രമിയും കൊള്ളത്തലവനും ആയിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ വിശ്വസിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ എന്നാ.